LDF സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ന് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. സർക്കാരിന്റെ പരിഗണനയെത്താത്ത ഒരു വിഭാഗം പോലും ഇപ്പോൾ കേരളത്തിലില്ല. വീട്ടമ്മമാർ മുതൽ യുവാക്കൾ വരെ, പ്രീ പ്രൈമറി ടീച്ചർമാർ മുതൽ ഗസ്റ്റ് ലെക്ചർമാർ വരെ, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളും ഇപ്പോൾ സന്തോഷത്തിലാണ്. അവരോട് തന്നെ അത് ചോദിച്ചറിയാം. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെയും ഇങ്ങനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായി. അതിൽ തന്നെ ഏറ്റവും അധികം സന്തോഷം. ഇപ്പോഴാണെങ്കിലും നമ്മൾ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണിപ്പം ഏറ്റവും തുച്ഛമായിട്ടുള്ള ഇതാണെങ്കിലും നമുക്ക് ഏറ്റവും അധികം സഹായമാണ്. നമുക്കൊരു 20 വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ നമുക്കൊരു 12,000 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു 13,000 രൂപയായിട്ട് വർദ്ധിക്കാം. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്ക് അത് ഏറ്റവും അധികം സന്തോഷം തന്നെയാണ്. അതിന് സർക്കാരിന് വളരെയധികം നന്ദിയുണ്ട്. വളരെ സന്തോഷമോളെ. ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. 2000 ആക്കിയില്ലേ, അതല്ല ഇനിയും വരട്ടെ. ആദ്യം 1000 രൂപ, രണ്ടാമത് 1300 ഇപ്പം 1600 പിന്നെ ഇപ്പം പറഞ്ഞ് 2000 രൂപ ഉണ്ട്. അത് നിലവിൽ വന്നില്ല. അതിന് എപ്പോഴാണ് വരണം എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. നമുക്ക് വേറൊരു വരുമാനമല്ല, ഈ ഒരു വരുമാനമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒരു വരുമാന മാർഗം. അതെ, എനിക്കൊരു വരുമാന മാർഗം അങ്ങനെ പ്രത്യേകിച്ചില്ല. പിന്നെ ഇതിങ്ങനെ കിട്ടുന്നതിൽ സന്തോഷമാണ്. എല്ലാ മാസവും 1600 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ട് തരുന്നു. അത് വാങ്ങിച്ചാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അതിലേറെ സന്തോഷം ഇനി എനിക്ക് വേറെ ഒന്നുമില്ല. ഇത്രയും തരുന്നത് പുണ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എതിര് പറയുകയില്ല. ഇപ്പം 1600 രൂപ കിട്ടും, ഒരു മുടക്കമില്ലാതെ തരും. അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം. 200 കൊടുക്കുക, 300 500 ഇങ്ങനെ. ഇപ്പോൾ നമ്മളെ മന്ത്രി കയറിയപ്പോൾ ഞങ്ങൾക്ക് 1600 രൂപ ആക്കി ഒരു ഇതില്ലാതെ തരണം, കൃത്യമായിട്ട് തരണം. അത് അറിഞ്ഞില്ല, ഇനി വരുമ്പോൾ അറിയാം. അതൊക്കെ എനിക്ക് കറക്റ്റാ കിട്ടണമുണ്ട്. നമുക്ക് നമ്മളെ ഈ പിണറായി സർക്കാർ ആദ്യം ഇരുന്ന സമയത്ത് ഇപ്പം ഇരുന്ന സമയത്തും ഞങ്ങൾക്ക് പെൻഷൻ തരുന്നുണ്ട്. ഈ സർക്കാരാണ് ഞങ്ങൾക്ക് ഒരു വീട് തന്നത്. അതൊന്നും മറക്കാൻ പറ്റൂല. ആ വെള്ളത്തിലും ചെളിയിലും കിടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഒരു വീട് തന്നു. ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഫ്ലാറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സർക്കാരിനെ ഒന്നും തള്ളി പറയാനില്ല. പെൻഷൻ ഇന്നലെയും ചെന്ന് 1600 രൂപ പെൻഷൻ വാങ്ങിച്ചു. കാരണം കയറി കിടക്കട കൊണ്ട് കറക്റ്റായിട്ട് എല്ലാ മാസം പെൻഷൻ തരുന്നുണ്ട്. ഞങ്ങൾ കുട്ടികളെ പഠിക്കുന്നു. അവർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാം ഉണ്ട്. നമ്മളുടെ സർക്കാർ വീണ്ടും വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ സർക്കാർ തന്നെ നല്ലത് പറയാനായിട്ടുള്ളൂ. നമ്മൾ മറ്റുള്ള സർക്കാരൊക്കെ ഇരുന്നിട്ട് എന്തൊരു ഫലമായിരുന്നു. ഒരു 5 പൈസ പോലും നമുക്ക് ഉണ്ടായിരുന്ന നമ്മളെ സർക്കാർ തന്നെ നമുക്ക് പൈസ കൂട്ടി തരുന്നതും എല്ലാ കാര്യത്തിനും ഉള്ളത്. ഏതൊരു കാര്യത്തിന് പോയിരുന്നാലും നമ്മുടെ സർക്കാർ നമ്മൾ കൈവിടൊന്നുമില്ല. PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കും ഇതൊരു വളരെയധികം ഒരു ഉപകാരമുള്ളതാണ്. അതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. LDF സർക്കാർ ഞങ്ങളെ സഹായിക്കുന്നതിൽ ഞങ്ങളേറെ അഭിമാനിക്കുന്നു.